മാനുഷികമായി എനിക്ക് ഹല്ലേലൂയ നിൽക്കാൻ പറ്റാത്ത മേഖലകളിൽ, എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റാത്ത മേഖലകളിൽ ഈ സാന്നിധ്യം എന്റെ കൂടെ പോന്നാൽ, ഈ സാന്നിധ്യം എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഈ സാന്നിധ്യം എന്റെ കൂടെ നടക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഞാൻ ആരോടാ ദൂത് പറയുന്നേ? കരമടിക്കാമെങ്കിൽ അത് സ്വീകരിക്കുന്നവരല്ല. അന്യഭാഷയിൽ അല്പമിനിറ്റുകൾ ഒന്ന് കർത്താവിനെ മഹത്വപ്പെടുത്ത. ഈ സാന്നിധ്യം നിന്റെ കൂടെ നടക്കുകയാ. എനിക്കറിയത്തില്ല, ഒരു പ്രൊഫറ്റിക്കല് ഒരു മണിക്കൂറുകളായി മിനിറ്റുകളായി കർത്താവ് കൊണ്ടുപോകുന്നല്ലോ. ഈ സാന്നിധ്യം നിന്റെ കൂടെ നടന്ന്, ഈ സാന്നിധ്യം നിന്റെ കൂടെ നടന്ന് നിനക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നെന്ന് ഞാൻ പറഞ്ഞാൽ ആത്മാവിൽ സ്വീകരിക്കുന്നവരല്ല, ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുന്നവരല്ല. ഈ രാത്രി സ്വീകരിക്കുക. എനിക്കറിയാം തുടർന്നുള്ള മണിക്കൂറുകളിലും മിനിറ്റുകളിലും ഈ സാന്നിധ്യം ശക്തമായി നമ്മുടെ ഇടയിൽ ചലിക്കോ. അതുകൊണ്ട് നിങ്ങളുടെ കൂടാരങ്ങൾ അടുത്ത് വിടുതൽ ഉറപ്പായിട്ടും ഉണ്ടാകോ. പാടി ആരാധിക്കുവാൻ ദൈവം കൃപ തന്നല്ലോ. പ്രിയാന്റി അതിന് ശക്തമായ ദൈവം ഉപയോഗിച്ചല്ലോ. ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാ. തുടർന്നുള്ള വചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, വചനത്തിന്റെ ആഴങ്ങൾ ദൈവം നമുക്ക് തുറക്കുവാൻ, പാപത്തെ പറ്റി ബോധം വരുത്തുന്ന, നീ ഏതു രീതിയിൽ ജീവിക്കണമെന്നുള്ള വചനത്തിന്റെ ആഴങ്ങൾ, നീ എന്തായി തീരണമെന്ന് കർത്താവേ എന്നോട് സംസാരിക്കണമെന്ന് ആര് പ്രാർത്ഥിക്കുന്നു, ഇന്ന് രാത്രി അവർക്ക് വേണ്ടി വചനത്തിന്റെ വാതിലുകളെ കർത്താവ് തുറക്കാൻ തുടങ്ങുന്നു. പ്രാർത്ഥനയോടെ ഹല്ലേലൂയ എല്ലാവരും അത് പ്രാർത്ഥിച്ചു തുടങ്ങിയോ? കർത്താവേ ഈ രാത്രി എന്നോട് സംസാരിക്കണമേ. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ സുലിന ഉണ്ണി ആന്റി ഹല്ലേലൂയ തുടർന്നുള്ള വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ.
സഹായിക്കട്ടെ. ഹല്ലേലൂയ. സന്തോഷമുള്ള എല്ലാവരും കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഒരു ഞായറാഴ്ച വൈകിട്ട് കൂടെ നമ്മൾക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവം തരുന്ന നല്ല സാവകാശത്തിനായി നന്ദി പറയാണ്. കർത്താവിൻ്റെ വരവ് താമസിച്ചതുകൊണ്ട്, കർത്താവ് ഭൂമിയിൽ നമുക്ക് ആയുസ്സും ആരോഗ്യം തന്നതുകൊണ്ട് ഒരു ദിവസം കൂടെ കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവം നമ്മൾക്ക് അവസരങ്ങളെ നൽകി. ജോയിൻ ചെയ്ത എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. കടന്നു വരുവാനുള്ളവരെ കർത്താവ് വേഗത്തിൽ കൂട്ടിവരുത്തട്ടെ. സ്ഥിരമായി ജോയിൻ ചെയ്ത പ്രിയപ്പെട്ടവരുണ്ട്, ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. വിവിധ രാജ്യങ്ങൾ, വിവിധ ഇടങ്ങളിൽ ഇരുന്ന് നമ്മൾ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുകയാണ്. എനിക്ക് ഉറപ്പുണ്ട് ഇവിടെ അനുഭവിക്കുന്ന, ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര ദൈവ സാന്നിധ്യം എനിക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദൈവ സാന്നിധ്യം, ആമേൻ, ഹല്ലേലൂയ, നിങ്ങൾ ഇരിക്കുന്ന റൂമുകളിൽ, നിങ്ങളുടെ വീടുകളിൽ കർത്താവ് ചലിപ്പിക്കും. കർത്താവ് ചിലത് ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവ് നന്മകളോട് സംസാരിക്കുന്ന വചനങ്ങൾ, ഹല്ലേലൂയ, അയച്ച കാര്യം സാധിക്കാതെ മടങ്ങി വരത്തില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. ഈ വചനം എന്താണോ നിങ്ങളുടെ വീടിനകത്ത്, നിങ്ങളുടെ തലമുറകളിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അത് സാധിക്കാതെ ഈ വചനം ഹല്ലേലൂയ ഒരിക്കലും മടങ്ങി വരത്തില്ല. ഇന്ന് പുതുതായി ജോയിൻ ചെയ്ത പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവസാന നിമിഷങ്ങളിൽ എല്ലാവരെയും ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. നിങ്ങളുടെ മുഖങ്ങളൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപയാൽ ഇന്ന് പകലുകൊണ്ട് ഞാൻ 21 days ഫാസ്റ്റിംഗ് ആയിരുന്നു. ഇത് ദൈവകൃപയാൽ വളരെ അനുഗ്രഹമായ നിലയിൽ അത് പൂർത്തീകരിക്കുവാൻ കർത്താവ് സഹായിച്ചു. പല പ്രിയപ്പെട്ടവരും അറിഞ്ഞവരുണ്ട്, എന്നെ ഓർത്ത് പ്രാർത്ഥിച്ചവരുണ്ട്. കർത്താവിനെ ഞാൻ എല്ലാവരോടും പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. പിന്നെ നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയെ ഞങ്ങൾ ചോദിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് രാത്രിയും കർത്താവിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിൽ കർത്താവ് അയച്ചുകൊണ്ടിരിക്കുന്നല്ലോ. പാട്ട് പാടി ആരാധിക്കുവാൻ ദൈവ കൃപ തന്നു. ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു അഭിഷിക്ത ദാസിയാണ് ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്തത്. തന്നെ കർത്താവ് ശക്തമായി ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ചില മിനിറ്റുകൾ ഹല്ലേലൂയ നമ്മൾ വചനത്തിലേക്ക് കടക്കുകയാണ്. വചനം നമ്മൾക്ക് വേണ്ടി സംസാരിക്കും. ഇന്ന് രാത്രി എന്നോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് ചിലത് തുറക്കും. ആമേൻ. ഹല്ലേലൂയ. ആഗ്രഹം ഉണ്ടെങ്കിൽ വിടുതൽ ഉറപ്പാ. ആമേൻ. ബൈബിളിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ആരെല്ലാം ആഗ്രഹിച്ചു, വിടുതൽ ആരെല്ലാം ആഗ്രഹിച്ചിട്ടുണ്ടോ അവരത് കൊണ്ടേ പോയിട്ടുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, കർത്താവേ എന്നോട് സംസാരിക്കുവാനുള്ളത് എന്താണെന്ന് വചനത്തിൽ കൂടെ പ്രിയാന്റി പ്രാച്ചോൾ പറഞ്ഞു, മാനുഷിക ശബ്ദമല്ല, ഹല്ലേലൂയ, മനുഷ്യന്റെ ശബ്ദമല്ല നമ്മൾക്ക് കേൾക്കേണ്ടത്. ഹല്ലേലൂയ. ദൈവം നമ്മളോട് സംസാരിക്കണം. ദൈവിക ശബ്ദം നമ്മൾക്ക് കേൾക്കണം. ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ നമ്മൾ ഒരുമിച്ചായിരിക്കുമ്പോൾ ഒരു വേദഭാഗം വേഗത്തിൽ നമുക്ക് വായിക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 4, 5, 6, 7 വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. ആമേൻ. യിരെമ്യാ പ്രവചനം. ആമേൻ. യെസ്. ഏഴും കൂടെ വായിച്ചു ആന്റി. ആമേൻ. 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 താങ്ക് യു മിനിയാൻഡി. കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് നമ്മളിവിടെ വായിച്ചത്. യിരെമ്യാ പ്രവചനമാണ്. അതിന്റെ 1-ാം അധ്യായം 4 മുതലുള്ള വേദഭാഗമാണ് വായിച്ചത്. ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ ഞാൻ എല്ലാ ദിവസവും പറയുന്നതുപോലെ നിങ്ങൾ ഈ അധ്യായം വായിക്കണം. ആമേൻ. കർത്താവ് വ്യക്തമായി നിങ്ങളോട് സംസാരിക്കും. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് വ്യക്തമായി നിങ്ങളോട് ഇടപെടും. ഈ രാത്രി കർത്താവിന് നമ്മളോട് പറയാനുള്ളത് ഇതിൽ കൂടെ ഇവിടെ പറയുന്ന യിരെമ്യാവിനോടുള്ള കർത്താവിന്റെ പ്രവചന ശബ്ദമാണ്. അല്ല, ഈ പ്രവചന പുസ്തകമാണ്, ഇത് പ്രവചന ശബ്ദമാണ്. ആ പ്രവചന ശബ്ദം ഇങ്ങനെ പറയുന്നു, എന്നാൽ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയത് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. ഒന്ന് വായി തുറന്ന് പറഞ്ഞാട്ടെ, കർത്താവ് എന്നെ അറിഞ്ഞു എന്ന്. ആമേൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് ഉറപ്പുണ്ട് കർത്താവ് എന്നെ അറിഞ്ഞിട്ടുണ്ടെന്ന്? ഹല്ലേലൂയ. ആരും നിന്നെ അറിഞ്ഞില്ലെങ്കിലും, ഹല്ലേലൂയ, എൻ്റെ ഭാഷയിൽ പറഞ്ഞ ഹല്ലേലൂയ, നിന്റെ ഭാര്യ അറിഞ്ഞില്ലെങ്കിലും, നിന്റെ ഭർത്താവിന് നിന്നെ അറിഞ്ഞില്ലെങ്കിലും, നിന്റെ മക്കൾക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും, ഹല്ലേലൂയ, നിന്റെ ഭാരം, നിന്റെ പ്രയാസം, നിന്റെ ഇമോഷൻസ്, ഹല്ലേലൂയ, നിന്റെ സങ്കടമൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ ആർക്കും മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും യിരെമ്യാവിനോട് പറഞ്ഞ പ്രവചന ശബ്ദം ഇന്ന്
രാത്രി നിങ്ങളോട് കർത്താവ് പറയുകയാ, ഹല്ലേലൂയ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും നമ്മളെ ഓരോരുത്തരെയും അറിഞ്ഞത് കൊണ്ടാ ദൈവമക്കളെ ഇന്ന് രാത്രിയും ഇങ്ങനെ ഭൂമിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ കർത്താവ് അവസരം തന്നത്. എന്നൊക്കെയോ ഏതൊക്കെയോ സാഹചര്യത്തിൽ വീണ് പോകാവുന്നിടത്ത് നിന്ന്, തകർന്നു പോകാവുന്നിടത്ത് നിന്ന് ഇന്ന് രാത്രി വായ് തുറന്നെന്ന് പറയാമോ, കർത്താവ് എന്നെ അറിഞ്ഞത് കൊണ്ടാ ഞാൻ തകർന്നു പോകാതെ ഇന്നും ഈ ഭൂമിയിലായിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ മാനുഷികമായ കഴിവ് കൊണ്ടല്ല, നിന്റെ സാമ്പത്തികത്തിന്റെ ബലം കൊണ്ടല്ല, നിന്റെ ഹല്ലേലൂയ കുടുംബത്തിന്റെ സ്റ്റാറ്റസ് കൊണ്ടല്ല, ദൈവം നിന്നെ അറിഞ്ഞതുകൊണ്ട്, ദൈവം നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ ഹല്ലേലൂയ അവൻ എനിക്ക് വേണ്ടതാ, അവൾ എനിക്ക് വേണ്ടതാ എന്ന് നിന്നെ കണ്ടതുകൊണ്ട് ഇന്ന് രാത്രി ഇങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ ഭൂമിയുടെ പരപ്പിൽ നീ ഇരിക്കുന്നെന്ന് ഞാൻ പറഞ്ഞ അത് മനസ്സിലാകുന്ന, അത് വിശ്വസിക്കുന്ന, അത് തിരിച്ചറിയുന്ന ദൈവജന ദൈവത്തിനൊരു നല്ല മഹത്വം കരം അടിച്ചു കൊടുത്താട്ടെ. ഓ രക്തം ജയം. ഹല്ലേലൂയ. ഫസ്റ്റ് പ്രവചനം ഇവിടെ പറയുകയാണ്, ഹല്ലേലൂയ, ഞാൻ നിന്നെ അറിയുന്നു. ആമേൻ, ഹല്ലേലൂയ. ഈ നവംബർ മാസം ഈ അവസാന ദിവസങ്ങളിലൊക്കെ അടുത്ത് വന്നിരിക്കുമ്പോ ഒന്നുകൂടെ നിങ്ങളോട് കർത്താവ് നിങ്ങളെ ഇന്ന് രാത്രി ഉറപ്പിച്ചിട്ട് പറയാ, കുഞ്ഞെ ഞാൻ നിന്നെ അറിയുന്നുണ്ട്. നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് എനിക്ക് ആ പദമൊന്ന് പറയണമെന്നുണ്ട്. 57 ഡിവൈസിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഹല്ലേലൂയ കർത്താവ് പറയുകയാണ്, കുഞ്ഞെ ഞാൻ നിന്നെ അറിയുന്നുണ്ട്. എന്റെ അപ്പൻ എന്നെ അറിഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ. എന്റെ ഭാരം നന്നായി അറിയോ, എന്റെ ആവശ്യം എന്താണെന്ന് അറിയോ, എന്റെ സങ്കടം എന്താണെന്ന് അറിയോ, ഞാൻ അനുഭവിച്ചു കൊണ്ടുപോകുന്ന പ്രതികൂലം എന്താണെന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലോ എന്റെ അപ്പന് മനസ്സിലാകുമെന്ന്, എന്റെ അപ്പൻ അത് തിരിച്ചറിയുമെന്ന്. അതുകൊണ്ടല്ലേ വചനം പറയുന്നത്, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഈ ദാനങ്ങളെയൊക്കെ നൽകുന്നെങ്കിൽ സ്വർഗത്തിലെ പിതാവ് എത്രയധികം എനിക്ക് വേണ്ടി കരുതുവാൻ, എന്നെ അറിയുവാൻ ഒരപ്പനുണ്ടെന്ന്. പ്രിയ കുടുംബങ്ങളെ, ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ പ്രവചിക്കുക കേട്ടോ. നിങ്ങളെ അറിയാൻ ഒരപ്പനുണ്ട്, നിന്നെ അറിയുന്ന ഒരു കർത്താവുണ്ട്, നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. കഴിഞ്ഞുപോയ പ്രതിസന്ധിയുടെ നടുവിലോ, കഴിഞ്ഞുപോയ കഷ്ടതയുടെ നടുവിലോ എത്രയോ തവണ ചോദിച്ചു, അപ്പാ നീ എന്നെ അറിയുന്നില്ലേന്ന്, അപ്പാ എന്നെ മറന്നുപോയോന്ന്, ഈ പ്രതികൂലത്തിനകത്ത് ഞാൻ തനിയെ ആയിപ്പോയോന്ന്. നോ, ഹല്ലേലൂയ. ഈ ചോദ്യത്തിന്റെ മുന്നിൽ ഇന്ന് കർത്താവ് കൈമാറുകയാ, ഞാൻ നിന്നെ അറിയുന്നു. ഇന്നല്ല, ഇപ്പൊ അറിഞ്ഞെന്നല്ല പറഞ്ഞത്, നിന്നെ ഉദരത്തിൽ ഉരുവാക്കുന്നതിന് മുന്നമേ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ ഇന്ന് ഞാൻ അറിഞ്ഞെന്നല്ല പറഞ്ഞ കേട്ടോ, ഞാൻ ഇപ്പൊ കുറച്ച് മണിക്കൂറുകൾ മുന്നേ അറിഞ്ഞെന്നല്ല പറഞ്ഞത്. ആമേൻ. നിന്നെ ഉദരത്തിൽ ഉരുവാക്കുന്നതിന് മുന്നേ. ഇങ്ങനെ പറയാൻ വേറെ ആർക്കും ഭൂമി പറ്റത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ അപ്പനും അമ്മയും നമ്മളെ അറിയുന്നത് എന്നാ? ഹല്ലേലൂയ. അവർ നമ്മുടെ അമ്മ നമ്മളെ അറിയുന്നത് ഹല്ലേലൂയ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷമാണ്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ എല്ലാവരും അങ്ങനെ അറിയുന്നത്. വിവാഹം കഴിഞ്ഞ ഒരു ഭർത്താവ് നമ്മളെ അറിയുന്നത് എപ്പോഴാ? അന്നേരം അറിയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ നമ്മളോട് ഇങ്ങനെ പറയാൻ, ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ, ഓ ഹല്ലേലൂയ, ഞാൻ നിന്നെ അറിയുന്നെന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര സാന്നിധ്യം അത് ആ വാക്കിനകത്ത് ചലിക്കുക കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരും ഇങ്ങനെ പറയാനില്ല, ആരും ഇങ്ങനെ പറയാനില്ല ഷൈനി ആന്റി. ഹല്ലേലൂയ. ആരും ഇങ്ങനെ പറയത്തുമില്ല, ആർക്കും അത്രത്തോളം നമ്മളെ അറിയത്തുമില്ല. പക്ഷെ തമ്പുരാൻ പറയുകയാണേ, ഞാൻ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ ഞാൻ നിന്നെ അറിയുന്നുണ്ട് കുഞ്ഞെ. നീ ഏത് അവസ്ഥയിൽ കൂടെ കടന്നു പോയാലോ, ഏത് തീച്ചൂളയുടെ നടുവിൽ കൂടെ കടന്നു പോയാലോ, പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച അതിനപ്പുറം ഒരു പോക്ക് വഴിയും കൂടെ കൽപ്പിച്ച്, അതിനപ്പുറം ഒരു പോക്ക് വഴിയും കൂടെ കൽപ്പിച്ച് നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു ദൈവ സാന്നിധ്യം.
പരീക്ഷയുടെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ തകർന്നു പോകത്തില്ല. നിന്നെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഉരുവാകുന്നതിന് മുന്നേ അറിഞ്ഞൊരു കർത്താവുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഞാൻ പ്രസംഗിക്കുമ്പോഴൊക്കെ പറയാറുള്ള ഒരു ഭാഗമാ. പ്രാരംഭത്തിൽ ഞാൻ പറഞ്ഞു, യോസഫിന് വാഗ്ദത്തം കൊടുക്കുമ്പോൾ, യോസഫിന് സ്വപ്നം കൊടുക്കുമ്പോൾ, ഈ പ്രതികൂലത്തിൽ കൂടെ എല്ലാം, ഈ പ്രോസസ്സിൽ കൂടെ എല്ലാം യോസഫ് കടന്നു പോകണമെന്നുള്ളത് ഹല്ലേലൂയ, ഹല്ലേലൂയ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ ഉള്ള പ്ലാനാ. ആമേൻ, ഹല്ലേലൂയ. ആ പ്ലാൻ ആയതുകൊണ്ട് ചേട്ടന്മാരിട്ട കുഴിക്കകത്ത് ആയുസ് തീരത്തില്ലെന്നേ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഹല്ലേലൂയ, നിന്റെ ഡെസ്റ്റിനേഷൻ അകത്ത്, നിന്റെ വാഗ്ദത്തത്തിനകത്ത് ദൈവം നിനക്ക് വെച്ചിരിക്കുന്ന നിത്യതയുടെ അറ്റത്ത് ആ നിത്യത നീ പ്രാപിക്കണമെന്നുള്ളത് ആ ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ, ഈ വചനത്തിനനുസരിച്ച്, ഈ വചനത്തിൽ വിശ്വസിച്ച് അതിനോട് ചേർന്ന് നടന്ന നിനക്കതിനകത്തുണ്ടാകുന്ന പരീക്ഷയ്ക്കകത്തു നിന്ന്, അതിനകത്തുണ്ടാകുന്ന പ്രതികൂലത്തിനകത്തു നിന്ന് ദൈവം നിന്നെ നീക്കുപോക്ക് കൽപ്പിച്ച് നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന, നിനക്ക് വേണ്ടി തമ്പുരാൻ പറഞ്ഞിരിക്കുന്ന ആ ജീവ കിരീടം പ്രാപിക്കുന്ന ടൈം വരെ, ഓ ശാരാധാരിയാദര, അതിന്റെ ഇടയിൽ വരുന്ന പ്രതികൂലത്തിനകത്ത് ഒരു പിശാചിനോ നിന്നെ തകർക്കാൻ പറ്റത്തില്ല. അതിനിടയിൽ വരുന്ന ഒരു പ്രതിസന്ധിക്കോ നിന്നെ മുക്കിക്കളയാൻ പറ്റത്തില്ല. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞ പ്രാരംഭത്തിൽ പറഞ്ഞു, ഞാൻ നിന്നെ അറിഞ്ഞു. അടുത്ത പറയണേ, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുൻപേ തന്നെ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ആമേൻ, ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ച് പുറത്തു കൊണ്ടുവരികയാ. ഹല്ലേലൂയ. വചനം പറയുന്നുണ്ട്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ നമ്മളെ വിശുദ്ധീകരിച്ച് പുറത്തു കൊണ്ടുവരിക. ആമേൻ, ഹല്ലേലൂയ. പക്ഷെ പലപ്പോഴും ജീവിതത്തിന്റെ ഹല്ലേലൂയ പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, അല്ലെങ്കിൽ ഹല്ലേലൂയ സ്വാർത്ഥ താല്പര്യങ്ങൾ, ദൈവം തന്ന നമ്മൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഈ വിശുദ്ധിയായ ജീവിതത്തെ ഹല്ലേലൂയ അതിനെ ചെളിപറ്റിക്കുന്ന രീതിയിൽ, മായം വരുത്തുന്ന രീതിയിൽ, അതിനെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ പിശാച് കൊണ്ടുവരുന്ന പ്രലോഭനങ്ങൾക്കകത്ത് അകപ്പെട്ടു പോകാതെ പിടിച്ചു നിൽക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാ. ഹല്ലേലൂയ. ഒന്നുകൂടെ ഇറങ്ങി ഞാൻ പറഞ്ഞ ആദിമ മനുഷ്യന് സംഭവിച്ചത് നമ്മുടെ ഇടയിൽ സംഭവിക്കാതിരിക്കട്ടെ. ആ ദൈവം നൽകിയ തേജസ് നഷ്ടപ്പെടാതെ, വിശുദ്ധിയോടെ ജീവിക്കുവാൻ ഹല്ലേലൂയ ഈ രാത്രി ദൈവം ഒന്നുകൂടെ നിങ്ങളെ ആഹ്വാനം ചെയ്യുക. ഹല്ലേലൂയ. എന്തിനാ അറിയുന്നത്, എന്തിനാ വിശുദ്ധീകരിക്കുന്നത്? ഈ രണ്ട് കാര്യം ചെയ്യുന്നത് അടുത്ത വലിയൊരു നിയോഗത്തിലേക്ക് നിന്നെ കയറ്റി നിർത്താൻ. ആമേൻ, ഹല്ലേലൂയ. നിന്നെ വിശുദ്ധീകരിച്ച്, നിന്നെ അറിഞ്ഞ്, നീ എങ്ങനെയാകണമെന്ന് മനസ്സിലാക്കി നിന്നെ അതിനു വേണ്ടി പ്രിപ്പയർഡ് ചെയ്ത്, എന്തിനാണെന്നറിയാമോ? ജാതികൾക്ക് പ്രവാചകനായി നിയമിക്കുവാൻ. ഹല്ലേലൂയ. പിടികിട്ടിയവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. ജാതികൾക്ക് പ്രവാചകനായി, ജാതികളുടെ ഇടയിൽ ദൈവ മഹത്വത്തിന് വേണ്ടി നിൽക്കുവാൻ, നശിച്ചു പോകുന്ന ലോകത്തിന്റെ മുന്നില് ദൈവ രാജ്യത്തിന് വേണ്ടി നിൽക്കുവാൻ. നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ നിന്റെ അകത്തൊരു നിയോഗം തന്ന്, നിന്റെ അകത്ത് അതിന് വേണ്ടുന്ന അഭിഷേകം തന്ന്, നിനക്ക് അതിനുള്ള ദൈവകൃപ തന്ന്, അതിനു വേണ്ടി നിന്നെ വിശുദ്ധിയോടെ വിശുദ്ധീകരിച്ച് ദൈവം നിർത്തുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു പദ്ധതിയുണ്ട്. നീ ജാതികൾക്ക് പ്രവാചകനായി. ഇന്ന് രാത്രി ചിലരുടെ മേലൊക്കെ ആ മാൻഡിൽ വീഴുക കേട്ടോ. ആ മാൻഡിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് കൈമാറുകയാ. പുതപ്പിന്ന് വീഴുകയാ. നിന്നെ വിശുദ്ധീകരിച്ച് നിർത്തുന്നത്, നിന്നെ വിശുദ്ധീകരിച്ച് കൊണ്ടുവരുന്നത് അടുത്തൊരു നിയോഗത്തിന് വേണ്ടി ജാതികൾക്ക് പ്രവാചകനായി. ആ വാഗ്ദത്തത്തെ തടയുന്നതൊന്നു, ആ വാഗ്ദത്തത്തെ
കളയുന്നതൊന്നു, ആ വാഗ്ദത്തത്തെ കളയുന്നതൊന്നു നിന്റെ ലൈഫിൽ ഉണ്ടാകരുത്. ദൈവം തന്ന ശുശ്രൂഷയെ കളയുന്നത്, ദൈവം തരുന്നതിനെ, അഭിഷേകത്തെ കളയുന്നത് ഒന്നും നിന്റെ ലൈഫിനകത്ത് ഉണ്ടാകരുത്. ആമേൻ. കുറച്ചുകൂടെ ഞാൻ പറഞ്ഞാൽ, ഇറങ്ങി പറഞ്ഞാൽ, മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞാൽ, നിന്റെ അഭിഷേകത്തെ നിങ്ങൾ സൂക്ഷിക്കുക, നിന്റെ നിയോഗത്തെ നിങ്ങൾ സൂക്ഷിക്കുക. ഹല്ലേലൂയ. തോട്ടത്തിലെ നടുവിലിന്റെ വൃക്ഷത്തിന്റെ ഫലം പറിച്ച് തിന്നല്ലെന്ന് പറയാനേ പറ്റത്തുള്ളൂ. നിന്റെ കയ്യിലൊന്നും പിടിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. തിന്നരുതെന്ന് പറഞ്ഞാൽ തിന്നരുത്. ആമേൻ. ഹല്ലേലൂയ. തിന്നരുതെന്ന് പറഞ്ഞാൽ, ഞാൻ പറയട്ടെ, വലിയൊരു അഭിഷേകം നിന്റെ അകത്ത് തമ്പുരാൻ തരുമ്പോൾ, വലിയൊരു നിയോഗം നിന്റെ അകത്ത് ദൈവം തരുമ്പോ, നിന്നെ അതിനകത്തേക്ക് കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുക. ആ ഒരുക്കുന്ന ടൈമിൽ നീയായിട്ട് കൊണ്ട് ഹല്ലേലൂയ അതിനെ കളഞ്ഞു കുളിക്കരുത്, അതിനെ കളയരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. എല്ലാ ആഴ്ചയും ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ വളരെ ശക്തമായ നിലയിൽ വചനം കേൾക്കും. എന്തോ ഇന്ന് രാത്രി നിങ്ങളോട് ഇത് പറയാനാ പരിശുദ്ധാത്മാവ് പറഞ്ഞു. എനിക്കതുകൊണ്ട് ഉറപ്പുണ്ട്, ചിലരെ കർത്താവ് ജാതികൾക്ക് പ്രവാചകനായി എഴുന്നേൽപ്പിക്കൂ. ഇപ്പോൾ ഇരിക്കുന്ന റേഞ്ചിനകത്തു നിന്ന് അടുത്ത റേഞ്ചിലേക്ക്, അടുത്തൊരു തലത്തിലേക്ക് കയറാൻ ഹല്ലേലൂയ ഏതൊക്കെയോ മേഖലക്കകത്ത് ചിലരെ ഇന്ന് കർത്താവ് ഒരുക്കുകയാ. ഹല്ലേലൂയ. അമ്മയുടെ ഉദരത്തിനകത്ത് ആകുന്നതിന് മുന്നമേ നിന്റെ മേൽ വീണ് കിടക്കുന്ന ഒരു നിയോഗമുണ്ട്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് വരുന്നതിന് മുന്നമേ നിന്റെ അകത്ത് വീണൊരു വാഗ്ദത്തമുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, കേട്ട വാഗ്ദത്തങ്ങൾ ഈ നവംബർ മാസം വരെ പൂർത്തിയാകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഈ നവംബർ മാസം വരെ ഹല്ലേലൂയ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഇന്ന് രാത്രി കർത്താവിനോട് പറഞ്ഞു പ്രാർത്ഥിച്ചു തുടങ്ങിയോ, അപ്പ എന്റെ ബലഹീനതകൾ കൊണ്ടോ, എന്റെ കുറവുകൾ കൊണ്ടോ എന്തെങ്കിലും എവിടെങ്കിലും പെൻഡിങ് ആയി കിടപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഒന്നുകൂടെ ഒന്ന് ഏൽപ്പിച്ചു തരികയാ. എന്റെ മേൽ കേട്ട വാഗ്ദത്തങ്ങൾ, എന്റെ മേൽ കിടക്കുന്ന നിയോഗങ്ങൾ അത് അതുപോലെ പൂർത്തിയാകണമെന്ന്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചിലരുടെ മേലൊക്കെ ഭയങ്കര നിയോഗങ്ങൾ വീഴുന്നു. യേശുവിന്റെ നാമത്തിൽ ജോൺസണങ്ങൾ വെട്ടിയാൽ അങ്ങനെ പരിശുദ്ധാത്മ പ്രവചിക്കുന്നു. ദൈവ രാജ്യത്തിന് വേണ്ടി കുറച്ചുകൂടെ പിന്നെയും പ്രവർത്തിക്കത്തക്ക നിലയിൽ ദൈവം ഒരു പ്രത്യേക അഭിഷേകത്തോടെ ചില മേഖലകളിൽ കർത്താവ് ശക്തമായി നിർത്താൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഒരു ഇരമ്യാവിനോട് പറഞ്ഞ പോലെ ഹല്ലേലൂയ കർത്താവ് ഇന്ന് രാത്രി ആരോടോ സംസാരിക്കുകയാ. ഹല്ലേലൂയ. ഇരമ്യാവിനോട് പറഞ്ഞതുപോലെ ഹല്ലേലൂയ ഷാജി ഹല്ലേലൂയ ചങ്ങളെ പ്രാപിച്ചത് ഇരമ്യാവിനോട് പറഞ്ഞതുപോലെ കർത്താവ് സംസാരിക്കുകയാകട്ടോ. ഹല്ലേലൂയ. ഞാൻ നിന്നെ അറിഞ്ഞത് എന്തിനാന്നറിയാമോ? ഞാൻ നിന്നെ വിശദീകരിച്ചത് എന്തിനാന്നറിയാമോ? എനിക്ക് നിന്നെ പ്രയോജനപ്പെടുത്താൻ ആഗ്രഹമുണ്ട്. എനിക്ക് നിന്നെ പ്രയോജനപ്പെടുത്താൻ ഹല്ലേലൂയ എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ഷാനിയാന്റി പ്രാപിച്ചോ? എനിക്ക് നിന്നെ ആവശ്യം. ഓ രാരാധേയ രക്തം ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചുമ്മാതല്ല ഞാൻ നിന്നെ അറിഞ്ഞത്, ചുമ്മാതല്ല ഞാൻ നിന്നെ വിശദീകരിച്ചത്. എനിക്ക് നിന്നെ ഉപയോഗിക്കാൻ ആവശ്യമുണ്ട്. എനിക്ക് നിന്നെ ഹല്ലേലൂയ എനിക്ക് നിന്നെ ഉപയോഗിക്കാൻ. ഓ വയലിനകത്തു നിന്ന് മീൻപിടുത്തത്തിനിടയിൽ നിന്നൊക്കെ തമ്പുരാൻ ഹല്ലേലൂയ ഓരോരുത്തരെ വിളിച്ച് വേർതിരിച്ചത് വചനത്തിനകത്ത് നമ്മൾ വായിക്കുന്നെങ്കിൽ ഇന്ന് ഞാൻ ഒന്നുകൂടെ നിങ്ങളോട് പ്രവചിക്കുകയാ. നീ ഇരിക്കുന്ന സാഹചര്യം ഏതാണെങ്കിലും അതിനകത്ത് നിന്നെ ഉപയോഗിക്കുവാൻ ദൈവത്തിന്റെ ഭയങ്കര പദ്ധതി തുറക്കുന്നു. മിനി ഷാജി പ്രാപിച്ചു ആന്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉപയോഗിക്കപ്പെടാൻ ഒത്തിരിയുള്ളതാ കർത്താവിന്. പക്ഷെ ഇന്നും ഹല്ലേലൂയ കുറ്റിക്കകത്ത് കെട്ടിക്കിടക്കുകയാ. ഇന്നും കുറ്റിക്കകത്ത് കെട്ടിയിട്ടിരിക്കുകയാ. തമ്പുരാൻ പറയുക, ഞാൻ പറഞ്ഞയച്ചിട്ടുണ്ട് കുഞ്ഞെ, എനിക്ക് നിന്നെ ഉപയോഗിക്കാൻ ആവശ്യമുള്ളത് കൊണ്ട് നിന്നെ അഴിക്കാൻ ചിലരെ ഞാൻ പറഞ്ഞയച്ചിട്ടുണ്ട്. നിന്നെ അഴിച്ചു വിടാൻ ഞാൻ ചിലരെ പറഞ്ഞയച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ, ഹല്ലേലൂയ. നിന്നെ വിശദീകരിച്ചത്, നിന്നെ അറിഞ്ഞത്,
ചുമ്മാതെയല്ല. നിങ്ങളുടെ ഓരോരുത്തരുടെ മേലും കർത്താവിന് ഉപയോഗിക്കേണ്ട വിവിധ തരത്തിലുള്ള ഓരോ ശുശ്രൂഷകൾ കിടപ്പുണ്ട്. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാ. ഇന്ന് രാത്രി അത് മനസ്സിലാക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാ. ഹല്ലേലൂയ. കർത്താവിനോടൊന്ന് ചോദിക്കണം, അപ്പാ നീ എന്നെ ഏതു തരത്തിലാ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്? നീ എന്നെ ഏത് നിലയിലാ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്? ഞാനതിന് തയ്യാറാണെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, നിന്നെ ദൈവം ബലപ്പെടുത്തും. ആമേൻ. ഹല്ലേലൂയ. നിന്നെ ദൈവം ബലപ്പെടുത്തും. ആമേൻ. ഹല്ലേലൂയ. ചിലരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടേ, സിസ്റ്ററെ ഹല്ലേലൂയ, ശുശ്രൂഷ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ എങ്ങനാന്ന് അറിയത്തില്ല, പ്രസംഗിക്കാൻ അറിയത്തില്ല. ഹല്ലേലൂയ, എനിക്ക് വലിയ ഡിഗ്രി ഇല്ല. പക്ഷെ ഞാൻ പറയട്ടെ, ഒരു ഡിഗ്രി കൊണ്ടല്ല, ഒരു കാര്യങ്ങൾ കൊണ്ടല്ല, നിനക്ക് മനസ്സുണ്ടെങ്കിൽ. ആമേൻ. ഹല്ലേലൂയ. മറിയയ്ക്ക് ഭയങ്കര ഒരു ദൈവശബ്ദമാണ് വീഴുന്ന ഒരു ചെറുപ്പക്കാരിയായ സഹോദരിയുടെ മേൽ. വിവാഹമെല്ലാം ഉറപ്പിച്ച് സെറ്റ് ചെയ്ത് വെച്ച സഹോദരിയോട് ഭയങ്കര ഒരു ദൈവശബ്ദം. ഹല്ലേലൂയ, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഹല്ലേലൂയ, നിറവയറുമായിട്ട് ഒരു പെൺകുട്ടി ഒരു പട്ടണത്തിൽ കൂടെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഹല്ലേലൂയ, അവളുടെ അവസ്ഥയൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. പക്ഷെ അവൾ ആ സാഹചര്യങ്ങളെ ഒന്നും നോക്കിയില്ല, അവൾ അതിനെ ഒന്നും നോക്കിയില്ല. വരും വയ്യാഴികൾ ചിന്തിച്ചില്ല. ഒറ്റപ്പദം ഹല്ലേലൂയ, 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 ഞാൻ തയ്യാറാണ്. ഹല്ലേലൂയ, നിയോഗങ്ങൾ വഹിക്കുവാൻ ഞാൻ തയ്യാറാണ്, നിയോഗങ്ങൾ ഏറ്റെടുക്കുവാൻ ഞാൻ തയ്യാറാണ്. ഇന്ന് രാത്രി അത് പറയുന്ന എത്ര പേരുണ്ട്? അപ്പാ, എന്റെ മേൽ കിടക്കുന്ന നിയോഗം ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. 2024 പൂർത്തിയാകുന്നതിന് മുന്നേ കർത്താവ് നിന്നെ ശക്തമായി ഉപയോഗിക്കുമെന്ന് ഞാൻ പറഞ്ഞ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് നിന്റെ സാഹചര്യം പ്രശ്നമല്ല, നിന്റെ പ്രായം ഒരു പ്രശ്നമല്ലെന്നേ. ഹല്ലേലൂയ. നിന്റെ ആരോഗ്യം ദൈവത്തിനൊരു പ്രശ്നമല്ല, നിന്റെ സാമ്പത്തികം ദൈവത്തിനൊരു പ്രശ്നമല്ലെന്നേ. നീ നിന്ന് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ആമേൻ. കർത്താവ് നിന്നെ ശക്തമായി ഉപയോഗിക്കും. ജിൻസി സൈമൺ, ഹല്ലേലൂയ. ആ ഡിവൈസ് ഇരിക്കുന്നത് പ്രിയ സഹോദരി, പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ സാഹചര്യം കർത്താവിനൊരു പ്രശ്നമല്ല, നിന്റെ സാധ്യതകൾ കർത്താവിനൊരു പ്രശ്നമല്ല. ചിലത് നീ വായ്കൊണ്ട് പറയാൻ തയ്യാറാണെങ്കിൽ, ദൈവരാജ്യത്തെ പറ്റി, കർത്താവിനെ നീ അറിഞ്ഞ സമാധാനത്തെ പറ്റി ചിലരോട് നീ പറയാൻ തയ്യാറാണെങ്കിൽ, ദൈവം നിന്റെ നാവിനകത്ത് ദൈവത്തിന്റെ വചനങ്ങളെ തന്ന് നിന്നെ ബലപ്പെടുത്തുന്നൊരു ദൈവ സാന്നിധ്യം ഈ രാത്രി ചലിക്കുകയാകട്ടോ. എനിക്കറിയത്തില്ല നിങ്ങൾ ഏത് രാജ്യത്ത് കയറുന്നെന്ന് എനിക്കറിയത്തില്ല, എവിടെയായിരുന്നു ആത്മാവരോട് പ്രവചിക്കുന്നു, അവിടെ വെച്ച് നിങ്ങളുടെ മേൽ ഭയങ്കര ഒരു നിയോഗത്തെ കർത്താവ് കൈമാറുകയാ. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടത്തക്ക നിലയിൽ ദൈവം നിങ്ങളെ ശക്തമായി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നെന്ന് പരിശുദ്ധാത്മാവ് രാത്രി ആലോചന കൈമാറുന്നു. കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഈ രണ്ട് കാര്യം യിരെമ്യാവിനെ ചെയ്തത് എന്തിനായിരുന്നു? ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ഈ ഇത്ര വലിയൊരു പ്രോമിസ് കൊടുക്കുമ്പോ, ആമേൻ, ഇത്ര വലിയൊരു ദൈവശബ്ദം കേൾക്കുമ്പോൾ ഇദ്ദേഹം പറയുന്ന ഒരു പദം, ഹല്ലേലൂയ, അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ. ആമേൻ. ഞാൻ ബാലൻ. ആമേൻ. ഹല്ലേലൂയ, എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. നമ്മളൊക്കെ പറയുന്ന പോലെ തന്നെ ചർച്ചിനകത്ത് 10 മിനിറ്റെങ്കിലും അല്ലെ ഒരു 5 മിനിറ്റ് പാസ്റ്റർ പ്രസംഗിക്കാൻ പറയുമ്പോൾ പറയും, അയ്യോ പാസ്റ്ററെ, ഞാൻ അറിഞ്ഞില്ല, ഞാൻ പ്രിപ്പയർഡ് ആയില്ല, ഞാൻ റെഡി ആയില്ല. ഹല്ലേലൂയ. എന്തെല്ലാം റീസണാ വരുന്നേ. ആമേൻ. ഹല്ലേലൂയ. സുനിതാന്റി, 1 മിനിറ്റ് തമ്പുരാൻ തന്നാൽ ഞാൻ പറഞ്ഞ കത്തിക്കോണം. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് തരുമെന്നേ. ഈ വചനം എടുത്തോണ്ട് നിൽക്കാൻ കാണിക്കുന്ന ഒരു മനസ്സില്ലേ, നീ എടുത്തോണ്ട് നിൽക്കാൻ കാണിക്കുന്ന ഒരു ധൈര്യമില്ലേ? ആന്റി, എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് പറയുന്നു ശരീരത്തിന്റെ ബലഹീനത ആ ദൈവത്തിന് പ്രശ്നമല്ലെന്ന്. ഹല്ലേലൂയ. കാലുകളിൽ കർത്താവ് ഭയങ്കര അഭിഷേകം തന്ന് മണിക്കൂറുകൾ ഇനി കർത്താവ് നിർത്തുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന. എനിക്കറിയാം, എനിക്ക് തോന്നുന്നു ആന്റി ഇന്ന് ആദ്യമായിട്ട് ഇതിനകത്ത് ജോയിൻ ചെയ്തെന്ന് തോന്നുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇത് ഈ ദൂത് കേട്ട് ബലപ്പെടാനാണ് ഇന്ന് കർത്താവ് ഓടിച്ചു കൊണ്ടുവന്നത്. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് ചില മേഖലകളിൽ നിർത്താൻ തുടങ്ങുകയാ.
ആമേൻ. ഹല്ലേലൂയ. അറിയത്തില്ലെന്ന് പറഞ്ഞ, ഹല്ലേലൂയ, ഞാൻ പ്രിപ്പയർഡ് ആയില്ലെന്ന് പറഞ്ഞ, ഞാൻ റെഡി അല്ലെന്ന് പറഞ്ഞ ആ മേഖലകളിലൊക്കെ കർത്താവിന് മണിക്കൂറുകളോളം നിർത്താൻ തുടങ്ങുകയാ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച നിയോഗത്തെ ഏറ്റെടുത്തോ. ദൈവം നിന്റെ വായിൽ ചില വചനങ്ങളെ തരും. ദൈവം ചില ഇന്ന് രാത്രി ചിലതിനൊക്കെ കർത്താവ് ശക്തമായി പുറത്തു കൊണ്ടുവരും. എനിക്ക് ഉറപ്പുണ്ട്. ചിലതൊക്കെ നിയോഗം പ്രാപിച്ചിട്ട് എവിടൊക്കെ ഒളിച്ചിരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് രാത്രി ഒരു ഭയങ്കര നിയോഗത്തോടെ തമ്പുരാൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ തുടങ്ങുക. ഇവിടെ ഭയങ്കര ഒരു വാക്തത്വം അങ്ങോട്ട് കൊടുക്കുമ്പോ വലിയൊരു ഹല്ലേലൂയ ഒരു നിയോഗം അങ്ങോട്ട് വീഴുമ്പോ ഇദ്ദേഹം അത് തിരിച്ചടിക്കുന്ന രീതിയിൽ ഒറ്റ നെഗറ്റീവ്. ആമേൻ. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പറഞ്ഞ സകല നെഗറ്റീവുകളെയും ഒന്ന് ക്യാൻസൽ ചെയ്യണം. ഓ ഷാറാക്കാസാന്തേരിയ പറഞ്ഞ സകല നെഗറ്റീവുകളില്ലേ, പലപ്പോഴും ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട ടൈമുകൾ മറ്റുള്ള പല കാര്യങ്ങൾക്കും വേണ്ടി ഹല്ലേലൂയ എവിടെങ്കിലും നീ കൊണ്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി തമ്പുരാനോട് പറ, അപ്പാ ഒരു മടങ്ങി വരവിന് ഞാൻ തയ്യാറാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ വചനം വായിക്കുവാനുള്ള ടൈം, എന്റെ പ്രാർത്ഥിക്കുവാനുള്ള ടൈം, ഞാൻ കർത്താവിനോട് ഹല്ലേലൂയ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ടൈമൊക്കെ എവിടെയെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവേ ഒന്ന് പുതുക്കം പ്രാപിപ്പാൻ, ഒന്നുകൂടെ ഒന്ന് പുതുക്കം വരുവാൻ ഹല്ലേലൂയ ഞാൻ തയ്യാറാണെന്ന്. ഹല്ലേലൂയ. ഇദ്ദേഹം ഒറ്റ പറച്ചില്, ഞാൻ ബാലനാണ്, എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. ഞാൻ ചോദിക്കട്ടെ, യിരെമ്യാവേ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ നിന്നെ അറിഞ്ഞെന്നല്ലേ പറഞ്ഞേ? അപ്പൊ പിന്നെ നീ ബാലനാന്ന് ഈ പറഞ്ഞ ദൈവശബ്ദം. ഹല്ലേലൂയ. ബാലനാന്ന് ദൈവത്തിന് അറിയത്തില്ലേ? ഹല്ലേലൂയ. നിനക്ക് സംസാരിക്കാൻ അറിയത്തില്ലെന്ന് ദൈവത്തിന് അറിയത്തില്ലേ? പക്ഷെ ഞാൻ പറയട്ടെ, നിന്നെ കൊണ്ട് ചിലത് ചെയ്യിക്കാനാ ദൈവത്തിന്റെ പദ്ധതി എങ്കിൽ, ഓ ഷാറാഖസന്തേരിയ, നിന്നെ കൊണ്ട് ചിലയിടത്ത് നിർത്താനാ ദൈവത്തിന്റെ പദ്ധതിയെങ്കിൽ, ചില പ്ലാറ്റ്ഫോമുകളിൽ നിന്നെ നിർത്താനാ ദൈവത്തിന്റെ പ്ലാനെങ്കിൽ, വേറെ ആരെയും അവിടെ കയറ്റി തമ്പുരാൻ നിർത്തത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ കയറ്റി നിർത്തത്തില്ലെന്നേ. ഹല്ലേലൂയ. ദൈവശബ്ദം ചെന്ന് പ്രസംഗിക്കാൻ പറഞ്ഞു യോനെ പറഞ്ഞു വിടുമ്പോ ഇദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹം അങ്ങോട്ട് പോകാതെ തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് സഞ്ചരിച്ചു. പക്ഷെ ചൂരിട്ടി എടുത്ത് തമ്പുരാൻ മാടക്കിക്കൊണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നീ നിൽക്കേണ്ട മേഖലകളില്, നീ പ്രയോജനപ്പെടേണ്ട മേഖലകളിൽ അവിടുന്ന് നീ എവിടെ ഒഴിഞ്ഞു പോകാൻ നോക്കിയാലോ ഹല്ലേലൂയ ദൈവം നിന്നെ അതിനകത്തേക്ക്, നിന്റെ തലമുറ അതിനകത്തേക്ക് എന്റെ ദൈവം ഓടിച്ച് കയറ്റുമെന്ന് ഞാൻ പറഞ്ഞ ഞാനിത് പറയുമ്പോ ദൈവ നിയോഗമുള്ള തലമുറകൾ, വാഗ്ദത്തമുള്ള ചില തലമുറകൾ ഇത് കേൾക്കുന്ന മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് പരിശുദ്ധന്മാരോട് അങ്ങനെ ഒരു പ്രവചനം കൽപ്പിക്കുന്നു. നിയോഗമുള്ള ചില തലമുറകൾ അതിനകത്തേക്ക് വഴങ്ങാതെ എവിടൊക്കെയോ മാറി നടക്കുന്നു. ഇന്നു രാത്രി പരിശുദ്ധന്മാർ ചിലതിനെ പിടിച്ചു കൊണ്ടുവരികയാ. ചിലതിനെ തമ്പുരാൻ കൈക്ക് പിടിച്ചു മടക്കി. ഹല്ലേലൂയ. എന്റെ ഭാഷ പറഞ്ഞാലേ സുബോധം വന്നിട്ട് മടങ്ങി വരികയാണെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സുബോധം വന്ന്. ആമേൻ. ഹല്ലേലൂയ. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ ഇദ്ദേഹത്തിന്റെ നെഗറ്റീവ് എല്ലാം പ്രവാചകൻ പറഞ്ഞു. ഞാൻ ബാലനാണ്, എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. പക്ഷെ നിന്നെ അറിയുന്ന കർത്താവ് നിനക്ക് വേണ്ടി ഈ പ്രോമിസ് നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ സെറ്റ് ചെയ്ത കർത്താവ് ഹല്ലേലൂയ പറയുകയാണ്. ഹല്ലേലൂയ. ബാലൻ എന്ന് നീ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെയും സംസാരിക്കുകയും വേണം. നീ ആരെയും ഭയപ്പെടരുത്. നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചില വാഗ്ദത്തങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോ, ചില നിയോഗങ്ങൾക്കകത്ത് എഴുന്നേറ്റ് നിൽക്കുമ്പോ, ചില പ്രതികൂലം വരുമ്പോ, ചില പ്രതിസന്ധി വരുമ്പോ, ക്ഷീണിച്ചു പോകുന്ന
സാഹചര്യങ്ങൾ വരുമ്പോ, വീടിനകത്ത് സപ്പോർട്ട് ഇല്ലാത്ത അവസ്ഥകളൊക്കെ വരുമ്പോ, എന്തോ പരിശുദ്ധാത്മാവ് ആ പദം എന്നോട് പ്രവചിക്കാൻ പറയുന്നു. വലിയ ദർശനമുണ്ട്, വലിയ നിയോഗമുണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷെ വീടിനകത്ത് നിന്ന്, തന്റെ പ്രിയപ്പെട്ടവരുടെ ഇടയിൽ നിന്ന് നിനക്കൊരു സപ്പോർട്ട് കിട്ടുന്നില്ല. ഇത് കണ്ടിട്ട് നീ പറയും, അപ്പാ എന്റെ സാഹചര്യം എനിക്ക് അനുകൂലമല്ല, എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല, എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇന്ന് സ്വർഗം പറയുക, നീ ഭയപ്പെടണ്ട. നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി ഞാൻ നിന്റെ കൂടെ നടന്ന്, ഞാൻ നിന്നെ അയക്കുന്നവിടത്തൊക്കെ. ഇന്ന് രാത്രി ചിലരെ കർത്താവ് അയക്കുകയാ, ചില മേഖലകളിലേക്കൊക്കെ ചിലരെ ദൈവം അയക്കുകയാ. ഷൈനിയാന്റി പരിശുദ്ധാത്മാവിനോട് പറയുന്നു, വീടിനകത്ത് നിന്ന് പുറത്തേക്ക് വചനവുമായി ചിലരുടെ ഇടയിലേക്ക് ഞാൻ നിന്നെ അയക്കുകയാണെന്ന് ഇന്ന് നിയോഗം ഏറ്റെടുക്കാൻ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുന്നു. ഡിസംബർ മാസം തുടങ്ങുമ്പോൾ തന്നെ ചില വീടുകൾക്കകത്തേക്ക് ദൈവം നിന്നെ പറഞ്ഞയക്കുന്നു. ഒരു ഭയങ്കര നിയോഗം, ഒരു ഭയങ്കര പുതപ്പ് വീഴുന്ന ഞാൻ കാണുന്നു യേശുവിന്റെ നാമത്തിൽ. വീടിനകത്തിരുന്ന ഇത്രയും നാൾ പ്രാർത്ഥിച്ചത്, ഇത്രയും നാൾ ആരാധിച്ചത് അങ്ങനെ. പക്ഷെ ആത്മാവനോട് പറയുന്നു, നിന്നെ വീടിന് വെളിയിലേക്ക് ദൈവം പറഞ്ഞയക്കുകയാ. അതിന് വേണ്ട ആലോചനകൾ, അതിന് വേണ്ട വാഗ്ദത്തങ്ങൾ, അതിന് വേണ്ട വചനങ്ങൾ നിന്റെ നാവിനകത്ത് തന്ന്. എനിക്കറിയത്തില്ല, നാവിനെ തൊടുന്ന പോലെ എന്തോ നാവിനെ ഭയങ്കരമായി ദൈവം തൊടുക കേട്ടോ. ഭയങ്കര സാന്നിധ്യം യേശുവിന്റെ നാമത്തിൽ അത് ചലിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ അത് ചലിക്കുന്നല്ലോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ബാലനെന്ന് ഇനി പറയണ്ട. ഹല്ലേലൂയ. ആന്റി എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഒത്തിരി തവണ നിനക്ക് അതിനൊരു പ്രേരണ പരിശുദ്ധാത്മാവ് തന്നിട്ടു, ഒത്തിരി തവണ അതിനുള്ള പ്രേരണ കിട്ടിക്കിട്ടോ. പലപ്പോഴും ഞാൻ എന്ത് പോയി പറയുമെന്ന് ചിന്തിച്ചിട്ട് പലപ്പോഴും ബാക്കിലേക്ക് മാറി നിന്നതുപോലെ ചില അവസ്ഥകളെ പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു. ഇന്ന് പരിശുദ്ധാത്മാവ് കൈമാറുകയാ. ഈ രാത്രി നിന്റെ വായെ തൊട്ട് ചില വചനങ്ങളെ ദൈവം നിന്റെ കരത്തില്, നിന്റെ നാവിനകത്ത് തരികയാ. അടുത്ത ചില ദിവസങ്ങൾ, ചില വീടുകൾക്കകത്തേക്ക് നിന്റെ കാലുകളെ ദൈവം നിയോഗത്തോടെ അയക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിലെ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. കരമുയർത്തി സന്തോഷമുള്ള ദൈവജനം ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ, ഹല്ലേലൂയ. യേശുവിന്റെ രക്തം ജയം. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞേ ഹല്ലേലൂയ. നീ ധൈര്യമായിട്ട് നിൽക്ക, നീ ബാലനെന്ന് പറയണ്ട. ഹല്ലേലൂയ. ഞാൻ നിന്നെ അറിഞ്ഞ് നിന്നെ വിശുദ്ധീകരിച്ചത് എന്തിനാ? ചിലരുടെ ഇടയിലേക്ക് നിന്നെ ഞാൻ അയക്കാൻ പോകുകയാ. ഹല്ലേലൂയ. ചുമ്മാതല്ല ഞാൻ അയക്കുന്നത്. ഹല്ലേലൂയ. എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്ന് അയക്കുന്നത്. ചുമ്മാതങ്ങ് നിന്നെ അയക്കത്തില്ല കേട്ടോ. ചുമ്മാതെ നിന്നെ അങ്ങ് പറഞ്ഞു വിടത്തില്ല കേട്ടോ. ചിലത് നിന്നെ പഠിപ്പിച്ച്, നിന്നെ പ്രിപ്പയർഡ് ആക്കി, അതിനു വേണ്ടി നിന്നെ ഒരുക്കി. ആമേൻ, ഹല്ലേലൂയ. ഗോലിയാത്തിന്റെ മുന്നില് ചുമ്മാതെ ദാവീദിനെ അങ്ങ് വിടുകയല്ലായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. വർഷങ്ങൾക്ക് മുന്നമേ, കാലങ്ങൾക്ക് മുന്നമേ തന്നെ വിളിച്ചു വരുത്തി, ഹല്ലേലൂയ, അഭിഷേകത്തിന്റെ തൈലം ഒഴിച്ച് എന്നിട്ട് കാട്ടിൽ കൊണ്ടുവന്ന് വിട്ട്, ഹല്ലേലൂയ, ഹല്ലേലൂയ, സിംഹത്തോടും കരടികളോടുമൊക്കെ ഹല്ലേലൂയ ഒന്ന് ഫൈറ്റ് ചെയ്ത് അതിനെയൊക്കെ ആയുധമൊന്നും ഇല്ലാതെ വലിച്ചു കീറിയോ ഇതിന്റെയൊക്കെ മുന്നിൽ ജയിച്ചിട്ട ഹല്ലേലൂയ ഒരു മനുഷ്യൻ മുന്നിൽ പറഞ്ഞു വിട്ടത്. ആമേൻ, ഹല്ലേലൂയ. ഈ മൃഗങ്ങള് എങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന അറിയത്തില്ല. ആമേൻ, ഹല്ലേലൂയ. മൃഗങ്ങൾ എങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത് ഈ ഹല്ലേലൂയ. ഈ നായ്ക്കുട്ടികളൊക്കെ ഹല്ലേലൂയ ചില സമയത്ത് സ്നേഹത്തിലിരുന്നാലും ചിലപ്പോൾ പെട്ടെന്നായിരിക്കും കടിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഇതെങ്ങനെ അറ്റാക്ക് എന്ന് പറയാനൊക്കത്തില്ല എന്ന് പറഞ്ഞു നോക്കിക്കേ. ഈ ദാവീദിനെ ഈ സിംഹങ്ങളെ കൊണ്ടും അല്ലെ കരടിയെ കൊണ്ടും ഒക്കെ പ്രിപ്പയർഡ് ചെയ്യിപ്പിച്ച്
എന്നെ ഭയങ്കര നിയോഗമോ കർത്താവ് കൊടുത്തല്ലേ. ഹല്ലേലൂയ. അവിടെയൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യിച്ച് കൈക്കൊക്കെ ബലം വരുത്തി. ആയുധം ഒന്നുമില്ലാതിരിക്കുക. ഞാനങ്ങ് ചിന്തിക്കുകയാണെ, ഒരായുധം ഇല്ലാതിരിക്കുമ്പോ ഇതിനൊക്കെ എങ്ങനെ വലിച്ചു കീറിയെന്ന് ഒന്ന് മനസ്സിലാക്കുക ദൈവമക്കളെ. നിന്റെ മേൽ പകർന്ന അഭിഷേകത്തിന്റെ പവർ, ഓ ഹല്ലേലൂയ, നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി, ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്നെ ചുമ്മാതെ ഒന്നും ഒരിടത്തേക്ക് ദൈവം പറഞ്ഞു വിടത്തില്ല. ആമേൻ ഹല്ലേലൂയ. ഒരിടത്തേക്ക് നിന്നെ പറഞ്ഞു വിടുമ്പോൾ നിന്റെ മേൽ ഭയങ്കര നിയോഗങ്ങൾ തന്ന്, നിന്റെ മേൽ വലിയ അഭിഷേകം തന്ന്, നിന്റെ മേൽ വലിയൊരു ദൈവകൃപ തന്ന്, ഹല്ലേലൂയ, നിന്നെ ദൈവം പറഞ്ഞു വിടുന്നതിനുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ദൈവത്തിന് ഭയങ്കര ഒരു പദ്ധതി വെളിപ്പെടും. എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. ഇത് ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന്റെ താഴേക്കുള്ള ഭാഗം ഇങ്ങനെ വായിക്കുന്നു. നീ ആരെയും ഭയപ്പെടണ്ട, നീ ആരെയും പേടിക്കണ്ട, നീ ധൈര്യമായിട്ട് പൊക്കോ, നീ ധൈര്യമായിട്ട് നിന്നോ, ബാലന പ്രശ്നമില്ല, യാതൊരു പ്രോബ്ലം ഇല്ല, ധൈര്യമായിട്ട് നിൽക്കുക. എന്നിട്ട് അടുത്ത ചെയ്തത് എന്താണെന്നറിയാമോ? യഹോവയുടെ അരുളപ്പാട്. പിന്നെ യഹോവ കൈ നീട്ടി എന്റെ വായെ തൊട്ടു. ഇന്ന് രാത്രി എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു തൊടില് വേണമെന്ന്? അങ്ങനെ ഒരു തൊടിൽ എന്റെ ലൈഫിനകത്ത് വേണമെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? അവരുടെ നാവിനെ പരിശുദ്ധമ തൊടാൻ തുടങ്ങുക കേട്ടോ. പ്രാർത്ഥിച്ചോടുള്ള ചില മിനിറ്റുകൾ കൂടെ നിങ്ങൾ ഇരിക്കണമേ. ചില നാവിനെ കർത്താവ് ഇന്ന് രാത്രി തൊടും, എനിക്ക് ഉറപ്പുണ്ട്. ഇതൊരു സൂം മീറ്റിംഗ് ആണെന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷെ ആത്മാവിനോട് പറയുന്നു, ഭയങ്കര സാന്നിധ്യത്തിന്റെ അവസാന മിനിറ്റുകളിൽ ചലിച്ചിറങ്ങുന്ന ഞാൻ ആത്മാവിൽ കാണുകയാ. ചിലരുടെ നാവിനെ തൊടുവാൻ, ചിലരുടെ നാവിനെ തൊടാൻ തക്കവണ്ണം ഈ രാത്രി നിങ്ങൾ ഇരിക്കുന്ന റൂമുകൾക്കകത്തേക്ക് എന്തോ ഭയങ്കര സാന്നിധ്യം ഇറങ്ങി വരുന്ന ഞാൻ കാണുന്നു. നിന്റെ നാവിനെ തൊടുന്ന ഒരു അഭിഷേകം നിന്റെ നാവിനെ കർത്താവ് തൊടാൻ തുടങ്ങുകയാ. എത്ര പേര് അത് അറിയുന്നുണ്ട്? ആ നാവിനെ കർത്താവ് തൊടുന്നല്ലോ, നാവിനെ കർത്താവ് തൊടുന്നല്ലോ. നാവിന്റെ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തെ പറയുവാൻ കഴിയാതെ നാളുകളായി പിശാച് പൂട്ടിയിട്ട ഹല്ലേലൂയ നാവിനെ പൂട്ടിക്കെട്ടി സിപ്പിട്ട പല മേഖലകളും പല നാവുകളെയോ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തുറക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സ്വീകരിക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. നാവിനെ തൊട്ട്, ആമേൻ ഹല്ലേലൂയ. തൊടുക മാത്രമല്ല ചെയ്തത് കേട്ടോ. ഹല്ലേലൂയ. ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുകയാ. ഓ ഹല്ലേലൂയ. ഓ റാഖാസ തിരിച്ചറിയുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാ. ഹല്ലേലൂയ. ആ പ്രൊഫറ്റിക്കൽ പദം അങ്ങ് എടുത്തോടെ. ആരാധന ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത്, ആരാധന സ്വീകരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി പറഞ്ഞ് എന്റെ നാവിനെ ദൈവം തൊട്ടു കഴിഞ്ഞു, എന്റെ നാവിനെ തൊട്ടു. എന്റെ ദൈവത്തിന്റെ വചനം എന്റെ വായിൽ എന്റെ ദൈവം ഈ രാത്രി തന്നിരിക്കുകയാ. എന്റെ വചനമേ രാത്രി തന്നിരിക്കുകയാ. ആമേൻ ഹല്ലേലൂയ. എന്തിനാ ഈ വചനം തന്നത്? എന്തിനാ? നിന്റെ നാവിനെ ചുമ്മാതങ്ങ് തൊട്ടതല്ല കേട്ടോ. നിന്റെ നാവിനകത്ത്, നിങ്ങളുടെ നാവിലെ ദൈവം തൊട്ട് നിങ്ങൾക്കൊരഭിഷേകം, നിന്റെ നാവിനകത്തൊരു ദൈവശക്തി ദൈവം തന്നത് ചുമ്മാതെ പൂട്ടിക്കെട്ടി വെക്കാനല്ല. ഹല്ലേലൂയ. പൂട്ടിക്കെട്ടി വെക്കാനല്ല. വളരെ ശാന്തമായി ഞാൻ പറയുകയാണെ, പൂട്ടിക്കെട്ടി വെക്കാനല്ല നിന്റെ മേൽ തന്ന അഭിഷേകം, നിന്റെ മേൽ തന്ന നിയോഗം. അടുത്ത പദം 10-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: നിർമൂലമാക്കാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളയാനും പണിയാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലോ രാജ്യങ്ങളുടെ മേലോ ആക്കി വെച്ചിരിക്കുന്നു. കരമടിച്ച് അല്പ മിനിറ്റുകൾ അന്യഭാഷയെ കർത്താവിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരമടിക്കാമെങ്കിൽ കരമടിച്ച്, അന്യഭാഷ പറയാമെങ്കിൽ അന്യഭാഷ പറഞ്ഞ് ആ വചനത്തെ ഒന്ന് സ്വീകരിക്കുക. ഒന്ന് തിരിച്ചറിയ ദൈവമക്കളെ, എന്തിനാ നിന്റെ അകത്തൊരു വലിയ ദൈവമഹത്വം ദൈവം തന്നിരിക്കുന്നത്? എന്തിനാ നിന്റെ അകത്ത് വലിയൊരു ദൈവകൃപ ദൈവം തന്നിരിക്കുന്നത്? എന്തിനാ നിന്റെ മേലെ ഒരു അഭിഷേകം തന്നിരിക്കുന്നത്? നിർമൂലമാക്കാൻ, നിനക്കെതിരായി നിൽക്കുന്നതിനെ നിർമൂലമാക്കാൻ, നിനക്കെതിരായി പൊങ്ങി വരുന്നതിനെ നിന്റെ നാവിലുള്ള വചനം കൊണ്ട് നിർമൂലമാക്കാൻ
രാത്രി ചിലരൊക്കെ നിർമൂലമാക്കാൻ ഓ റബലബര ജുഡബലഗടക രഗദലമന ആർത്തര രഗന്ധരിയാദര നിർമൂലമാക്കാൻ അടുത്തതെന്തിനാ? പൊളിക്കാൻ. നിനക്കെതിരായി നിൽക്കുന്ന ആ മതില് പോലെ പൊങ്ങി നിൽക്കുന്നതിനെ വചനത്തിന്റെ ശക്തി കൊണ്ട് പൊളിച്ചു കളയാൻ അധികാരം, ഭയങ്കര ഒരു അധികാരം ആ ചിലരുടെ കരങ്ങളിലൊക്കെ ഈ രാത്രി തുറക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോ, യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോ. സ്വീകരിച്ചോ, കങ്കോന്റി സ്വീകരിച്ചോ. ചിലതിനെ നിർമൂലമാക്കാനോ, ചിലതിനെ പൊളിപ്പാനോ, ചിലതിനെ നശിപ്പിപ്പാനോ, ഇടിച്ചു കളയാനോ, എതിരെ നിൽക്കുന്ന ശത്രുവിന്റെ കോട്ടകളെ ഇടിച്ചു കളയാൻ ഒരധികാരം ഈ രാത്രി. ഓ ശാലബാല ഭാരബാര വൈഡബാലബ ഹസ്തജാര വൈഷാരഗദരഗടക. ഹല്ലേലൂയ ഹല്ലേലൂയ. ചിലരുടെയൊക്കെ നാവിനെ ഇന്ന് കർത്താവ് അതിനു വേണ്ടി തൊടുകയാകട്ടോ. ഇപ്പോൾ ഈ മണിക്കൂറുകൾ നീ കരമടിക്കുമ്പോൾ ചില നാവിനെ ദൈവം തൊടുകയാ. നിന്നെ കർത്താവ് ശക്തമായി ഉപയോഗിക്കാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ. ദൈവം നിന്നെ ശക്തമായി ഹല്ലേലൂയ ഹല്ലേലൂയ നിനക്കെതിരായി പൊങ്ങി നിൽക്കുന്നതിനെ ഇടിച്ചു കളയാൻ. ഹല്ലേലൂയ. എങ്ങനാ ഇടിക്കുന്നേ? വചനത്തിന്റെ ശക്തി കൊണ്ട്. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലൂ, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കൂ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അടുത്ത പറയുന്നേ, പണിയാനും നടുവാനും വേണ്ടി ഞാൻ ഇന്ന് നിന്നെ ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു. നിന്റെ കുടുംബം ഇപ്പൊ തകർന്നു കിടക്കുകയാണോ? ഹല്ലേലൂയ. നീ പണിയാൻ തുടങ്ങും. വചനത്തിന്റെ ശക്തി കൊണ്ട് നീ പണിയാൻ തുടങ്ങും. ഹല്ലേലൂയ. പൊളിഞ്ഞു കിടക്കുന്ന ചിലതിനെ, ചെതറിക്കിടക്കുന്ന ചിലതിനെ, ശിരുവാന്റി സ്വീകരിച്ചോ ഇതുപോലെ ചെതറിക്കിടക്കുന്ന ചിലതിനെ, പൊളിഞ്ഞു കിടക്കുന്ന ചിലതിനെ വചനത്തിന്റെ ശക്തി കൊണ്ട് 2025 നീ പണിയാൻ തുടങ്ങുകയാ. 24 പൊളിഞ്ഞു കളഞ്ഞ് പോയെങ്കിൽ, പിശാച് പൊളിച്ചിട്ടെങ്കിൽ, ഹല്ലേലൂയ അസ്ഥിയാക്കിയെങ്കിൽ, വചനത്തിന്റെ ശക്തി കൊണ്ട് നീ പ്രവചിക്കുമ്പോ ചിന്നിച്ചെതറിയത് യേശുവിന്റെ നാമത്തിൽ ഓർമ്മിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വചനത്തിന്റെ ശക്തികൾ കൊണ്ട് ഈ രാത്രി ചില അസ്ഥികളെയൊക്കെ ജീവിപ്പിക്കാൻ തുടങ്ങുന്നു. ക്രിസ്ത്യന സ്വീകരിച്ചോ 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 യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. പൊളിഞ്ഞു കിടക്കുന്ന കൂടാരത്തിനകത്ത് നീ വചനം കൊണ്ട് ചിലത് പണിയാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ. വചനത്തിന്റെ ശക്തി കൊണ്ട് ഹല്ലേലൂയ നീ പണിയാൻ തുടങ്ങുന്നു. ആമേൻ. ഹല്ലേലൂയ. നടുവാനും പണിയാനും. ഈ ഭാഗം നിങ്ങൾ ഇന്ന് വായിക്കണേ. ഈ 10ാമത്തെ വാക്യം നിങ്ങൾ വായിക്കണമേ ഇന്ന് രാത്രി. ഹല്ലേലൂയ. നടുവാനും പണിയാനും. ആമേൻ. ഹല്ലേലൂയ. നടത്തില്ലെന്ന് പറയുന്നിടത്ത്, പിശാച് മാന്തിക്കളയുന്നിടത്ത്, ഹല്ലേലൂയ വചനത്തിന്റെ ശക്തി കൊണ്ട് ചിലത് നീ പണിയും, ചിലത് നീ നടും. ഹല്ലേലൂയ ഹല്ലേലൂയ. നീ നട്ടത്, നീ വചനത്തിന്റെ ശക്തി കൊണ്ട് നടുന്നത് വേര് പിടിക്കുമെന്നേ. ആമേൻ. ഹല്ലേലൂയ. വചനത്തിന്റെ ശക്തി കൊണ്ട് നീ നടുന്നത് ഹല്ലേലൂയ വേര് പിടിക്കും. ഹല്ലേലൂയ. ആരെല്ലാം വേര് പിടിക്കത്തില്ലെന്ന് പറഞ്ഞാലോ, ആരെല്ലാം പൊങ്ങി വരത്തില്ലെന്ന് പറഞ്ഞാലോ, ഹല്ലേലൂയ 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 നീ വചനത്തിന്റെ ശക്തിയാൽ ചെയ്യാൻ തുടങ്ങിയ അത് വേരോടെ. ഇതാ ഞാൻ ഫസ്റ്റ് ടൈം പറഞ്ഞത്. വചനം അയച്ച കാര്യം സാധിക്കാതെ മടങ്ങി വരത്തില്ല. ഇന്ന് രാത്രി ഈ വചനം നിങ്ങളുടെ വീടിനകത്ത് എന്തൊക്കെയോ ചെയ്യാൻ തുടങ്ങുന്നു. ഇന്ന് രാത്രി വചനം ഹല്ലേലൂയ നിങ്ങളുടെ വീടുകൾക്കകത്ത് എന്തൊക്കെയോ ചെയ്യാൻ തുടങ്ങുകയാണ്. ഹല്ലേലൂയ. ചിലത് പൊളിക്കുവാൻ, ഹല്ലേലൂയ ചിലത് ഇടിച്ചു കളയുവാൻ, ചിലത് പണിയുവാൻ, ചിലത് നടുവാനൊക്കെ. ഹല്ലേലൂയ നിന്റെ വചനങ്ങൾ, ദൈവത്തിന്റെ വചനങ്ങൾ. അതുകൊണ്ടാ ഇങ്ങനെ പറയുന്നേ, നിന്റെ വചനം എന്റെ കാലിനു ദീപവും
ഓ, അറിയാവുന്നവർ വായ തുറന്ന വചനം ഒന്ന് പറഞ്ഞേ. എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാതയ്ക്ക് പ്രകാശമാ, കാലിന് ദീപമാ. ഇരുട്ടിൽ കൂടെ നടക്കുമ്പോ വചനം നിനക്ക് വെളിച്ചമായി തീരുമെന്ന്. ഈ വചനം നിന്നെ തട്ടി വീഴാതെ, നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതെ നിന്നെ കരങ്ങളിൽ വഹിക്കുമെന്ന്. ആമേൻ. ഹല്ലേലൂയ. ഇതിനു വേണ്ടിയാ, ഇത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ്. ഹല്ലേലൂയ. നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവായതിനു മുന്നേ ദൈവം നിന്നെ അറിഞ്ഞത്. ഇന്ന് രാത്രി ഒന്നുകൂടെ നീ എന്തിനാ ഈ ഭൂമിയിലായിരിക്കുന്നതെന്ന് ഒന്ന് മനസ്സിലാക്ക്. ഞാൻ എന്തിനായിരിക്കുന്നത്? ഒരു വലിയ വീട് വെച്ച്, ഒരു വലിയ കാറ് വെച്ച്, ഒരു കാറ് മേടിച്ച്, അല്ലെ കുറച്ച് നന്മ വേണം, എല്ലാം ദൈവം തരും. നീ ഭൂമിയിൽ ചോദിക്കുന്നതെല്ലാം ഹല്ലേലൂയ ദൈവം നിനക്ക് തരും. പക്ഷെ ഹല്ലേലൂയ ദൈവം നിന്നെ പറ്റി ആഗ്രഹിക്കുന്നത് ആയിത്തീരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും കണ്ണുകൾ അടച്ച്. കർത്താവേ, ഹല്ലേലൂയ, ബാലന എനിക്കറിയത്തില്ല, ഒത്തിരി തവണ പറഞ്ഞു. പക്ഷെ ഇന്ന് രാത്രി ഒന്ന് പറ, അപ്പ ആ കുശവന്റെ പൈയിലെ കളിമണ്ണ് പോലെ ഞാൻ ഏൽപ്പിച്ചു തരികയാ. നിന്റെ വായില്, നിന്റെ നാവുകൾ, എൻ്റെ നാവില് നിന്ന് തൊടണമേ എന്ന്, ഒന്ന് തൊടണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആരെ കർത്താവ് തൊടാൻ ഇന്ന് ആഗ്രഹിക്കുന്നു? ആരുടെയൊക്കെയോ നാവിനെ കർത്താവ് തൊടാൻ ആഗ്രഹിക്കുകയാ. ആരുടെയൊക്കെയോ നാവിനെ നാവിനെ കർത്താവ് തൊടാൻ ആഗ്രഹിക്കുന്നു. നാവിനെ കർത്താവ് തൊടാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിച്ചു തുടങ്ങിയോ? കർത്താവ് ചിലർക്ക് വേണ്ടി ഇന്ന് ഭയങ്കരമായ നിയോഗങ്ങള് കർത്താവ് അയച്ചോണ്ടിരിക്കുക. നിന്റെ വീടിനകത്ത് തകർന്നു കിടക്കുന്നതില്ലേ, അതിനെ നീ വചനം പറഞ്ഞ് പണിയാൻ തുടങ്ങുക കേട്ടോ. നിന്റെ വീടിനകത്ത് ഇടിഞ്ഞു പോയതില്ലേ, അത് നീ വചനം പറഞ്ഞ് നീ പണിയാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനിൽ ബാബു, ഹല്ലേലൂയ. അനി ബാബു, ഹല്ലേലൂയ. നീ വചനം പറഞ്ഞ് പണിയാൻ തുടങ്ങുകയാ. വചനം പറഞ്ഞ് ചിലത് പണിയാൻ തുടങ്ങുകയാ. നിന്റെ തലമുറയുടെ മേൽ കിടക്കുന്ന വാഗ്ദത്തം ഇതുവരെയും നിവർത്തിക്കാതിരുന്നില്ലേ, ഇന്നു മുതൽ നീ വചനം പറഞ്ഞ് അത് പ്രാപിക്കാൻ തുടങ്ങുകയാ. നീ വചനം പറഞ്ഞത് കാണാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്കറിയില്ല, പരിശുദ്ധന്മാരോട് അങ്ങനെ തന്നെ പ്രവചിക്കാൻ പറയുന്നു. നീ വചനം പറഞ്ഞ് നിന്റെ കൂടാരത്തിനകത്ത് ഹല്ലേലൂയ ചിലതിനെ ജനിപ്പിക്കാൻ തുടങ്ങുകയാണെന്ന്. പിശാച് മണ്ണിട്ട് മൂടിയത്, പിശാച് കല്ലറയ്ക്കകത്ത് അടച്ചത്, ഹല്ലേലൂയ ഇനി നടക്കത്തില്ലെന്ന് പറഞ്ഞത്, ആത്മാവിൽ നീ വചനം പറയുമ്പോ, നീ വചനം നോക്കി പ്രവചിക്കുമ്പോ ഹല്ലേലൂയ, ഹല്ലേലൂയ ചിതറിക്കിടക്കുന്ന പലതും ഒന്നാകുന്നത് പോലെ നിന്റെ വാഗ്ദത്തത്തെ വലിച്ചു പറിച്ച് പലയിടത്തായി ചിതറിക്കളഞ്ഞ ശത്രുവിന്റെ മുന്നിൽ ഹല്ലേലൂയ നീ ജയിക്കാൻ തുടങ്ങുകയാ. ഈ നവംബർ മാസം പൂർത്തിയാകുന്നതിന് മുന്നേ ഹല്ലേലൂയ നിന്റെ വീടിനകത്ത് കർത്താവ് അങ്ങനെ ചില ഡെലിവറൻസിനെ ചെയ്യുന്നല്ലോ. ഓ, പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. അല്പ മിനിറ്റുകൾ അന്യഭാഷയിൽ ഒന്ന് കർത്താവേ ഹല്ലേലൂയ, ഹല്ലേലൂയ ഞാൻ പറയുമ്പോ ചിലത് സംഭവിക്കണമെന്ന് പറയുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ ഞാൻ പ്രാർത്ഥിക്കുമ്പോ, ഞാൻ പ്രാർത്ഥനാ മുറിക്കകത്തുനിന്ന് എഴുന്നേൽക്കുന്നതിന് മുന്നേ ഹല്ലേലൂയ, ഹല്ലേലൂയ, നീ പ്രാർത്ഥനാ മുറിക്കകത്തു നിന്ന് വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുന്നതിന് മുന്നേ അത് നിന്റെ കൺമുൻപിൽ വെളിപ്പെടുമെന്ന് ഞാൻ പറഞ്ഞ ഈ രാത്രി സ്വീകരിക്കുന്നവർ സ്വീകരിച്ചോ. അടുത്ത മണിക്കൂറുകൾ നിന്റെ കൺമുൻപിനകത്ത് അത് കാണാൻ തുടങ്ങുന്നു. കർത്താവേ, ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരെ നീ അറിഞ്ഞത്, ഇവരെ വിശുദ്ധീകരിച്ചത്, അതിന്റെ പിന്നിലെ ദൈവിക പദ്ധതി ഈ ജനം ഈ ദിവസങ്ങളിൽ തിരിച്ചറിയട്ടെ. ഇവരുടെ മേൽ കിടക്കുന്ന വാഗ്ദത്തത്തിനകത്ത്, ഇവരുടെ മേൽ കിടക്കുന്ന നിയോഗത്തിനകത്തേക്ക് ഈ ദിവസങ്ങൾ ഇവർ ധൈര്യത്തോടെ കയറി വരട്ടെ. ഹല്ലേലൂയ. ബാലൻ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ പറ്റത്തില്ലെന്ന്
എന്ന് പറഞ്ഞ് ഇവരെ ഭയപ്പെടുത്തി പുറകോട്ട് കൊണ്ടുപോകുന്ന ഓരോ നെഗറ്റീവുകൾ കൊണ്ടുവരുന്ന പിശാചിന്റെ സകല മൈൻഡ് സെറ്റുകളും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ രാത്രി പൊട്ടിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ രാത്രി പൊട്ടിക്കുകയാ. ഒരു പ്രത്യേക ധൈര്യം ഇവരുടെ മേൽ യേശുവിന്റെ നാമത്തിൽ വീഴട്ടെ കർത്താവേ. ഞാൻ ഇവരെ ബ്ലസ് ചെയ്യുന്നു. പ്രാരംഭം മുതൽ കർത്താവ് ഈ മിനിറ്റ് വരെ ജോയിൻ ചെയ്ത എല്ലാവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. ഇവരുടെ കൂടാരങ്ങൾക്ക് ഇവരുടെ വ്യക്തിപരമായ ലൈഫിൽ ഇവരുടെ വാഗ്ദത്തത്തിന്റെ മേൽ കർത്താവ് ഈ വചനം ജീവിക്കട്ടെ. കർത്താവേ, അങ്ങനെ ദൈവം ചെയ്തത് കൊണ്ട് സ്തോത്രം, മഹത്വം എടുക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ അറിഞ്ഞത്, നിങ്ങളെ വിശുദ്ധീകരിച്ചത്, ദൈവത്തിന്റെ വലിയൊരു പ്ലാന് നിങ്ങളിൽ കൂടെ ചെയ്തെടുക്കാനാണ്. ആ പ്ലാനിനനുസരിച്ച് നിൽക്കുവാൻ നിങ്ങളെ കർത്താവ് ഈ ആഴ്ചയിൽ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഇന്ന് പുതുതായി ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഞാൻ നിങ്ങൾക്ക് തുടരാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആമേൻ. ഗോഡ് ബ്ലസ് യു. കടന്നു വന്ന് ജോയിൻ ചെയ്ത എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. എല്ലാ ആഴ്ചയും മുടങ്ങാതെ ജോയിൻ ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്, ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ ആഴ്ചയും ഈ ലിങ്ക് അഥവാ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഇതേ സെയിം ലിങ്കിലാണ് നിങ്ങൾ 8:30 ജോയിൻ ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങൾ ലിങ്കുകൾ അയക്കുക. വിശേഷിച്ച് നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. വരുന്ന ഡിസംബർ മാസം 7-ാം തീയതിയാണ് മാസത്തിന്റെ ആദ്യത്തെ ഡെലിവറൻസ് മീറ്റിംഗ് മാവേലിക്കരയിൽ വെച്ച് നടക്കുന്നു. നിങ്ങൾ ആ മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. വലിയ ബ്ലെസ്സിംഗ് ആയി തീരുവാൻ, അനേകർ കടന്നു വരുവാൻ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുക. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കടന്നു വന്ന എല്ലാവരോടുമുള്ള ആരാധനയ്ക്ക് നേതൃത്വം വയ്ക്കുക. പ്രിയ ആന്റിയോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലസ് യു.